എന്ത് രാഹുലേട്ട ഇതൊക്കെ? അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അതെ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ചേച്ചി, എന്നോട് 250 പവനും 50 ലക്ഷം രൂപയും കൊടുക്കാനാ പറയുന്നത്, അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ. അത്രയും പണം ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? നിങ്ങൾ ഇതുവരെ ചെയ്താന് ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങളുടെയൊക്കെ വിവരക്കേടായി കണ്ട് ശ്രമിക്കുന്നു. പക്ഷെ രാജയെ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറ്റണം. കണ്ടോ നാത്തൂനെ, ഈ അടുക്കളക്കാരുടെ അഹങ്കാരം കണ്ടോ? ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നാത്തൂനോട് എങ്ങനെ സംസാരിക്കും? അതെ, ഇവൾ ഒരുത്തി കാരണോ രാഹുലിന്റെ ലൈഫ് ഇങ്ങനെ ആയത്. ഗംഗേ, നീ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇല്ല ആന്റി, എനിക്ക് ഇടപെട്ടേ മതിയാവൂ. നിങ്ങളൊക്കെ പറയുന്ന പോലെ രാജ ഈ വീട്ടിലേക്ക് വരാൻ കാരണക്കാരി ഞാൻ കൂടിയല്ലേ? അപ്പോ ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമ കൂടിയാ. നീ നിന്റെ ജീവിതം ആദ്യം സംരക്ഷിക്കും, എന്നിട്ടും മതി എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്. രാജി എന്റെ ഭാര്യയാണെങ്കിൽ അവളെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നടക്കില്ല രാഹുലേട്ടാ. നീ അകത്തേക്ക് വാ. ചേച്ചി, ഞാൻ വരാനല്ലേ പറഞ്ഞത്? വാ.